സാർ വീട് വെച്ച് താമസിക്കാനായിട്ട് ഇപ്പൊ ആൾക്കാര് തൃശ്ശൂര് തെരഞ്ഞെടുക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പൊ കാണാൻ സാധിക്കും. അതെന്തായിരിക്കും? അതിനെ കുറിച്ചൊന്ന് പറയാം. തൃശ്ശൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ ഒരു സെൻട്രൽ പ്ലേസ് ആണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇൻഡസ്ട്രിയൽ സിറ്റിയായ എറണാകുളം, അതുപോലെ തന്നെ പാലക്കാട്, കോഴിക്കോട് ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ സെൻറ്ററായിട്ട് തൃശ്ശൂർ വരും. മാത്രമല്ല ഇൻഡസ്ട്രിയൽ സിറ്റിയായ എറണാകുളത്തെ പൊല്യൂട്ടഡ് ഏരിയ ആണ് പൊതുവെ ആൾക്കാർ പറയാം. അതുപോലെ തന്നെ ട്രാഫിക് കൺജക്ഷൻ ഇതുകൊണ്ടൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ തൃശ്ശൂർ വന്ന് താമസിച്ച് എറണാകുളത്ത് പോയി ജോലി ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്ന് എറണാകുളത്തെ ആ കൺജക്ഷൻ, ട്രാഫിക് കൺജക്ഷൻ. രണ്ടാമത്തെ കാര്യം നല്ല പൊല്യൂട്ടഡ് ഇല്ലാത്ത ഒരു പ്ലേസാണ് തൃശ്ശൂര്. അതുപോലെ ശുദ്ധജല ലഭ്യത, എയറി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ തൃശ്ശൂരിനെ ഒരു റെസിഡൻസ് ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ ഞാനിപ്പോ അടുത്തൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ഓക്സ്ഫോർഡ് സർവേയില് ഏകദേശം ഒരു തേർഡ്, ഇന്ത്യയിൽ തന്നെ അതോ വേൾഡിൽ തേർഡ് പൊസിഷൻ, അങ്ങനെ എന്തോ ഒരു, അതിനെ കുറിച്ച് എന്തെങ്കിലും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് തൃശ്ശൂരിന്റെ എയർ ഇൻഡെക്സില് തൃശ്ശൂരിനെ ഒരു ഓക്സ്ഫോർഡ് സർവേ ഉണ്ടായിരുന്നു. അതില് ഒരു 10-20 രാജ്യങ്ങളിലെ ടോപ്പ് പൊസിഷനിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് വലിയ. പിന്നെ തൃശ്ശൂരിനെ പൊതുവെ ട്രാഫിക് ജാം കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ശുദ്ധ ജല ലഭ്യത, അതേപോലെ തന്നെ തൃശ്ശൂരൊരു എഡ്യൂക്കേഷൻ ഹബ്ബ് കൂടിയാണ്. എഡ്യൂക്കേഷനെ സംബന്ധിച്ചോളം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. പിന്നെ ആവശ്യത്തിലധികം ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജസ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ്, എല്ലാം കൊണ്ടും സ്കൂൾസ് എല്ലാം തൃശ്ശൂരിന്റെ പ്ലേസ് ആയിട്ട്. അതുപോലെ തന്നെ തൃശ്ശൂര് ആൾക്കാർ സെലക്ട് ചെയ്യാൻ ഒരു മെയിൻ കാര്യം കൾച്ചറൽ ക്യാപിറ്റലാണ് തൃശ്ശൂര്. കൾച്ചർ വൈസ് താല്പര്യമുള്ള ആൾക്കാര് എപ്പോഴും തൃശ്ശൂരിനെ സെലക്ട് ചെയ്യും.